ഒരുപാട് ചിരിമുഹൂർത്തങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരു അഭിനേതാവ്. അദ്ദേഹം വന്നത് ഇതുപോലെയുള്ള വേദികളിൽ നിന്നാണ് എന്നത് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യവും. അങ്ങനെ വേദികളിൽ നിന്നും മിനി സ്ക്രീനിലൂടെ ബിഗ് സ്ക്രീനിലെത്തി മലയാളികളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറിയ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ദിലീപേട്ടനാണ് ഇന്ന് നമ്മളോടൊപ്പം എത്തുന്നത്. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം വൺസ് അപ്പോൺ എ ടൈമിന് വേണ്ടി അമൃത ടിവിക്ക് വേണ്ടി ഈ ഷോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷമുണ്ട് ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചതിൽ. കാരണം ഇത് ഒരുപാട് പേരെ ചിരിപ്പിക്കുന്ന ഒരു ഷോയാണ്. കാരണം വൺസ് അപ്പോൺ എ ടൈം എന്നാണ് നമ്മൾ സ്കൂള് തുടങ്ങി പഠിച്ചിട്ടുള്ളത്. അതിലും രമേശ് വൺസ് അപ്പോൺ എ ടൈം എന്ന് പറഞ്ഞിട്ട് അതും പെട്ടെന്ന് ജനശ്രദ്ധ പിടിക്കുന്ന ഒരു ടൈറ്റിൽ തന്നെയാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ ഇതിലെ കലാകാരന്മാരെ കണ്ടു. ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാര പരിപാടിയായിട്ട് നമുക്ക് തോന്നില്ല. ഇപ്പം നമ്മൾ തന്നെയാണെങ്കിലും കഥ പറയാൻ ആരെങ്കിലും വരുമ്പോൾ കേൾക്കാനിരിക്കുന്നത് നിങ്ങൾ എന്നെ ചിരിപ്പിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ തിയേറ്ററിൽ ഓഡിയൻസും സിനിമ കാണാൻ വരുമ്പോൾ അതിലെ കലാകാരന്മാർ അതൊരു കോമഡി ചിത്രമാണെങ്കിൽ എന്നാൽ പിന്നെ നിങ്ങളുടെ തമാശ ഒന്ന് കാണട്ടെ എന്നുള്ളൊരു രീതി തന്നെയാണ്. കുറ്റം പറയുന്നതല്ല. കാരണം ഞാനടക്കം ആ ആംഗിളിലാണ് ഇരിക്കുന്നത്. എന്നെ ചിരിപ്പിക്കാൻ സാധിച്ചാൽ മാത്രമാണ് എനിക്ക് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഒരു കോവിഡ് കാലം വന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് നമ്മുടെ മിനി സ്ക്രീനിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കപ്പെട്ട സിനിമകളിൽ കൂടുതലും ദിലീപേന്റെ സിനിമകളാണ്. സിനിമയിലേക്ക് എത്തുന്നതിന് മുമ്പ് നിർമ്മാണം കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് ഇതുപോലെയുള്ള വേദികളിൽ ഒരുപാട് കാലം ഒരുപാട് സ്റ്റേജുകളിൽ ഡയറക്റ്റ് ജനങ്ങളെ ഉത്സവപ്പറമ്പുകളിലും പള്ളിപ്പെരുന്നാളിലും ഒക്കെ പോയി ചിരിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ദിലീപേട്ടൻ, അല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഇതുപോലുള്ള വേദികൾ, പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തുക്കൾ മിമിക്രി എന്ന് വന്നിട്ടുള്ള എൻ്റെ ഒരുപാട് സുഹൃത്ത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഇവരുടെയൊക്കെ ഫാനാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ കൂടുമ്പോൾ ചിരിക്കാനേ നേരമുള്ളൂ എന്ന് പറയുന്നത്. ഒരു ദിവസം നമ്മൾ വീണ്ടും നമ്മൾ ഫ്രഷായിട്ട് നമ്മൾ കുറച്ചും കൂടി ചെറുപ്പമായിട്ട് പോകുക എന്ന് പറയില്ലേ, ഈ കൂട്ടുകാരൊക്കെ കൂടി ചേർന്നിരുന്ന് തമാശക്കരം കിട്ടിയ ഗ്യാപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയും ഒക്കെ അവിടെ ആ സിറ്റുവേഷൻ എത്രത്തോളം ഭയങ്കര പൊട്ടിച്ചിരിയുടെ ഒരു ലോകം ഉണ്ടാക്കാന്നുള്ളത്. ഏതായാലും സ്റ്റേജിനെ പറ്റി പറഞ്ഞുകൊണ്ട് കൂട്ടുകാരനെ പറ്റി പറഞ്ഞതുകൊണ്ട് ദിലീപേട്ടൻ ഒരു മിമിക്രി ട്രൂപ്പിലോട്ട് ഇന്റർവ്യൂ ചെയ്യുക എന്ന് പറയുന്ന ജോലി ചെയ്തിട്ട് നീ കൊള്ളാം, നീ ട്രൂപ്പിലേക്ക് വാ എന്ന് പറഞ്ഞ ഒരാള് പല കലാകാരന്മാരെ കുറിച്ച് നമ്മളൊരു ബുക്ക് എഴുതുകയാണെങ്കിൽ ഒരുപാട് തവണ ആ ബുക്കിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു പേരാണ് ഇദ്ദേഹത്തിന്റെ. കാരണം ഒരുപാട് കലാകാരന്മാരുടെ ജീവിതയാത്രയിൽ വളർച്ചയിൽ അവരുടെ ജീവിതം മാറ്റിമറിച്ചതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു കലാകാരൻ, ഒരു സിനിമാ സംവിധായകൻ, നടൻ. ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം ദിലീപേട്ടന്റെയും ഞങ്ങളുടെയും എല്ലാം ആ പ്രിയപ്പെട്ട സുഹൃത്തിനെ വൺസ് അപ്പോൺ എ ടൈമിന്റെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട നാദിർഷിക. എപ്പോഴും അതെ, ഞാൻ ഇവനെ ഇവിടുന്ന് പ്രതീക്ഷിച്ചു, ഇവൻ ഇപ്പുറത്തുനിന്ന് വന്നു. അത് എപ്പോഴും അതെ, വീടിന്റെ ഉമ്മർത്ത് നോക്കിയെന്ന് കഴിഞ്ഞാൽ ബാക്കിൽ കൂടി വരും. നാഴ്ചക്കൊക്കെ വരുമ്പോഴാണ് ഒരു തമാശ പരിപാടി അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നത്. ദിലീപേട്ടനെ ഇന്റർവ്യൂ ചെയ്ത കാര്യത്തിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. എന്നെ ആദ്യം ഇന്റർവ്യൂ ചെയ്യുന്നത് കലാഭവൻ റഹ്മാനൊക്കെയാണ്. അത് കഴിഞ്ഞാണ് ഞാൻ ജയറാമേന്റെ മുമ്പിൽ ചെല്ലുന്നത്. അത് കഴിഞ്ഞ് ഞാൻ മഹാരാജ് പഠിക്കുന്ന സമയത്ത് പിന്നെ കലാഭവനിൽ പോയ ആ സമയത്താണ് അവിടെ യൂണിവേഴ്സിറ്റി മറ്റേ ആനുവൽ ഡേക്ക് ഉള്ള യൂണിവേഴ്സിറ്റി സെലക്ഷൻ. അതന്നെ സെലക്ഷൻ. ദിലീപ്, ഞാൻ എറണാകുളം ബസ് സ്റ്റോപ്പിൽ അവിടെ നോർത്തിൽ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോൾ എന്നെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ മാറി നിൽക്കും. എന്നിട്ട് കാരണം ഞാൻ നോക്കുന്ന സമയത്ത് ഇവനവിടെ സ്ഥിരം ഇത് തന്നെയാ, അപ്പൊ ഒന്ന് പരിചയപ്പെടാന്ന് വിചാരിച്ചു. അല്ല, അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിങ്ങനെ ഞാൻ ദിലീപ്, എന്നിട്ട് പറഞ്ഞ് ഞാനിങ്ങനെ കലാഭവനിൽ ഉണ്ട്, നിങ്ങളെ ട്രൂപ്പിൽ എപ്പോഴെങ്കിലും. അപ്പോൾ ഞാൻ നമ്മളെ സ്വാഭാവികമായിട്ട് അങ്ങനെ അധികം ഒരു പ്രോത്സാഹിപ്പിക്കില്ല, അടുപ്പിക്കില്ല, അങ്ങനെയൊക്കെ മാറ്റിയെടുത്തു. പക്ഷെ പിന്നീട് മഹാരാജ് ഈ പറഞ്ഞ പോലെ എന്നെ മിമിക്രിയിലേക്ക് കൊണ്ടുവന്ന രമേശ് കുറുമശ്ശേരിയും ജോർജൊക്കെ ഉള്ള രമേശാണ് അവിടെ മത്സരിച്ച് കൊണ്ടിരുന്നത്. ആ സമയത്ത് രമേശ് മത്സരിക്കാൻ വേണ്ടിയിട്ട് എന്നെ ജഡ്ജാക്കി. രമേശ് കൊണ്ടുവന്ന ആളാണല്ലോ ഞാൻ. അപ്പൊ ഞാൻ ജഡ്ജായിട്ട് അവിടെ പോയിരിക്കുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഫ്രണ്ടില് സ്റ്റേജിൽ വന്നിട്ട് എനിക്ക് പരിചയമുള്ള അല്ലെങ്കിൽ എപ്പോഴും ബസ് സ്റ്റോപ്പിൽ കാണുന്ന ആളല്ലേ ഇത് എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് മിമിക്രി കാണിക്കുന്നത്.
ഗംഭീരമായിട്ട് മിമിക്രി കാണിച്ചു. അല്ല അന്ന് എന്റെ ഗുരുവിന് തേടായി പോയി, ഇവന് ഫസ്റ്റ് കിട്ടി. ഗുരുശാപം അന്ന് തന്നെ അടിച്ചു കൂട്ടി. ഈ ചില സമയത്ത് നമുക്ക് രക്ഷയില്ലാതെ വരുമ്പോൾ ചങ്ങളം മാധവൻ എന്ന് പറയുന്ന ആള് സിനിമയിൽ വരുന്നു, അല്ലെങ്കിൽ ചില നായകനെ സഹായിക്കാൻ വേണ്ടി ചില ആൾക്കാർ അവിടുന്ന് ഇവിടുന്ന് എത്തുന്നു എന്നൊക്കെ സിനിമയിലെ തമാശകളുടെ നിറകുടത്തിനെ ഞാൻ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഇതേപോലെ വേദികളിൽ നിന്നും വന്ന് സിനിമയിലെത്തി മിനി സ്ക്രീനിൽ എല്ലാ മേഖലകളിലും നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുന്ന കഥാപാത്രങ്ങളുടെ വൈവിധ്യങ്ങൾ കൊണ്ട് ഓരോ ചിത്രങ്ങളിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന പ്രിയപ്പെട്ട നടൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കലാഭവൻ ഷാജോൺ. ഞാനൊക്കെ മിമിക്രിയിലേക്ക് വരണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചത് തന്നെ ഇവരെ പോലുള്ള ഈ രണ്ടുപേരെ കണ്ടിട്ടാണ്. ഞാനിപ്പോൾ ഒരു കാര്യം ഓർക്കുന്നത്, സാഗറിൻ്റെ ഒരു പ്രോഗ്രാം കോട്ടയത്ത് ഞങ്ങളുടെ മാമാപ്പിൾ ഹാളിലാണ്. അപ്പോൾ അന്ന് കോട്ടയം നസീർക്ക കയറിയ സമയമാണ് സാഗറിൽ. അപ്പോൾ ഞാനും എൻ്റെ ചേട്ടനുണ്ട് ചോദിച്ചാൽ, ഞങ്ങൾ രണ്ടുപേരും മിമിക്രിയാണ്. അപ്പോൾ ഞങ്ങൾ നസീർക്ക് ഞങ്ങൾക്ക് ദിലീപേട്ടനൊന്ന് കാണണം, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് അകത്ത് കയറ്റുമോ എന്ന് ചോദിച്ചിട്ട് നസീർക്ക് പറഞ്ഞാൽ വാടാ നിങ്ങളന്ന് വാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ സ്റ്റേജിനകത്ത് കയറ്റി. അപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഞാനും ചേട്ടനോട് അകത്തോട്ട് കയറുന്നത്, പിന്നെ ആദിഷിക്കയും ദിലീപേട്ടനോട് ഇങ്ങനെ നടന്നു വരിക. അപ്പോൾ ഞാൻ ഓടിച്ചേർന്ന് ദിലീപേട്ടൻ്റെ കാലിങ്ങനെ തൊട്ട് വന്നിച്ചു. അപ്പോൾ ദിലീപേട്ടൻ ചോദിച്ചാൽ നീ കളിയാക്കുക നീ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്നും അന്ന് കണ്ട അതേ ഒരു ബഹുമാനവും സ്നേഹവുമാണ്. ഇനിയിപ്പം എത്ര ദിലീപിന് നിന്നോട് ഒരുപാട് സിനിമകളിൽ അഭിനയിക്കാൻ ഒരു ഭാഗ്യം കിട്ടി. എന്താണ് നമ്മുടെ സ്വന്തം അനുജനെ പോലെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ഇപ്പം ആദർശിക്കുകയാണല്ലോ അതുപോലെ തന്നെയാണ്. എത്ര സൗഹൃദം കാണിച്ചെന്ന് പറഞ്ഞാലും പിറ്റേ ദിവസം രാവിലെ കാണുമ്പം നമുക്ക് എന്താണ് ഒരു ബഹുമാനം കാരണമുള്ളൊരു പേടി എപ്പോഴും മനസ്സിലുണ്ട്. ഷാജോണിന് കണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പല പടങ്ങളിലും നായകവേഷം ചെയ്യുന്ന സമയത്ത് ഷാജോൺ എന്ന കൊച്ചു വേഷങ്ങൾ ചെയ്യാണ്. പക്ഷെ ഞാൻ എപ്പോഴും ഷാജോണിനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവം ചെയ്യുമ്പോൾ ഷാജോൻ ആ സംഭവങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുമായിരുന്നു. അത് ഇങ്ങനെ പല സിനിമകൾ എനിക്ക് തോന്നുന്നു ഞാൻ അഭിനയിച്ച ഒരുപാട് സിനിമയിൽ കൊച്ചു വേഷങ്ങളിലൂടെ ഷാജോൺ ഒരുപാട് സിനിമകളിൽ അതായി. അത് ഒരു സ്ഥലത്ത് എത്തിയപ്പോഴാണ് ശരിക്കും പറഞ്ഞ മൈബോസിന്റെ സമയത്താണ് ഇങ്ങനെ വേറൊരു ആക്ടർക്ക് വെച്ച വേഷമായിരുന്നു അത്. ജീത്തുബായി വിളിച്ചിട്ട് പറഞ്ഞു ഭയങ്കര ടെൻഷനാണ്, മറ്റാളുണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരാളുണ്ട്, എനിക്ക് 100% അയാളുടെ പ്രതീക്ഷയുണ്ട്, നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. അതാണ് ശരിക്കും എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ദേമാവലി ഓന്റെ ഓഡിയോ കാസറ്റിന്റെ കവറിൽ പടം വരിക എന്നുള്ളതായിരുന്നു ഒരു കാലഘട്ടം മുഴുവൻ. അങ്ങനെ ഒരു തവണ, അതായത് കാസറ്റൊക്കെ നിന്നു ഞാൻ വന്നപ്പം. എന്നിട്ട് ഇവര് രണ്ടുപേരും കൂടെ നമ്മളെ ഗാന്ധിയുടെ കാലത്തേക്ക് കൊണ്ടുപോയിട്ട് എന്താ പറയാ ഇതൊന്ന് പറയട്ടെ. അങ്ങനെ ഞാൻ ഈ മാവേലി ഓമ്പത്തിന്റെ കാസറ്റിന്റെ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് ഞാൻ പോകുമ്പോ എന്നെ കൊണ്ട് പോകുന്നത് ജയസൂര്യ ഇപ്പൊ നല്ല സ്റ്റാറാണ്. ജയന്റെ കാറിൽ ഞാനും ജയനും കൂടെ പോകുമ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ ഒരു വലിയ ആഗ്രഹമാണ് ഇന്ന് കഴിഞ്ഞത് മാവേലി ഓമ്പത്തിൽ പങ്കെടുക്കുക എന്നുള്ളത്. ഇപ്പൊ ജയസൂര്യ പറയുന്നത് നിനക്ക് ഇപ്പോഴേ പറ്റിയല്ലോ, ഞാൻ നടനായിട്ട് നായകനായ ശേഷം ചോദിച്ചിട്ടാ എനിക്ക് അതിനകത്തൊരു അവസരം കിട്ടിയെന്ന്. അത്രയും കൊതിച്ചിരുന്ന കാലം രമേശ് പറഞ്ഞില്ലേ, നമ്മള് ഒരുപാട് ആഗ്രഹിക്കുന്ന പടച്ചോൻ എവിടെ നമ്മുടെ ആഗ്രഹങ്ങൾ എടുത്തു വെക്കുന്നു, അത് കറക്റ്റ് സമയത്താകുമ്പോൾ അത് നമുക്ക് ഡ്രീം കംസ് ട്രൂ എന്ന് പറയുന്ന ഒരു സംഭവം. ഇപ്പൊ ഇതിപ്പം നമ്മൾ 4 പേരെ സംബന്ധിച്ചിട്ടും നമ്മൾ സത്യം പറഞ്ഞ സ്റ്റേജുകളിൽ നിന്ന് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാണ് നമുക്ക് സിനിമയിലാവണം, സിനിമ നടനാവണം, അല്ലെങ്കിൽ സിനിമാ സംവിധായകനാവണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സ്വപ്നങ്ങളുണ്ട് നമ്മുടെ ഉള്ളിൽ. പക്ഷെ ആ നമ്മുടെ ഒരു ആഗ്രഹം മനസ്സിലാക്കിയ ഒരു പവറുണ്ട്, നമ്മൾ ദൈവം എന്ന് വിളിക്കുന്ന ഒരു പവർ. ആ ശക്തിയുടെ ഒരു കടാക്ഷം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദൈവാനുഗ്രഹം കൊണ്ടല്ലേ നമ്മളിപ്പോൾ ഈ വേദിയിൽ നിന്ന് സംസാരിക്കാൻ പറ്റുന്നത്. ഉറപ്പായിട്ടും ആ ഒരുപാട് ആൾക്കാരിൽ നിന്ന് നമ്മളെ തെരഞ്ഞു പിടിച്ചുകൂടെ കൊണ്ടുവരികയും അതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രേക്ഷകർ നമ്മളൊരു വേഷം ചെയ്യുമ്പോൾ കൈയടിച്ച് ഇവിടെ കൊണ്ട് നിർത്തുക എന്ന് പറയുന്നത് അതിന് പ്രിയപ്പെട്ട പ്രേക്ഷകരോടും ഈ അവസരത്തിൽ നേരിട്ട് നന്ദി പറയുകയാണ് നമ്മൾ. അതെ, ഞാൻ ഇനി ഒരാളെ കൂടെ നമ്മുടെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. ഞാൻ ആദർശിക്കോട് ചെന്ന് സിനിമയുടെ കഥ പറഞ്ഞപ്പം അദ്ദേഹമാണ് ആദ്യമായിട്ട് സിനിമ നീ തന്നെ സംവിധാനം ചെയ്തൂടെ എന്ന് പറഞ്ഞ ആള്. അത് മുഴുവൻ പട്ടി ഓന്തുമൊക്കെ ഉള്ള കഥയാണ്. പുള്ളി ഊരിയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ ഈ കഥ ഊരിയതാ നീ തന്നെ ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായി സിനിമ സംവിധാനം ചെയ്തപ്പോൾ അതിൽ നായികയായി വന്ന നടിയാണ്. സ്നേഹപൂർവ്വം നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട അനുശ്രീ. അനുശ്രീ,
അതായത് പാൻ ഇന്ത്യ ഹീറോയിൻസ് അടക്കം നമ്മുടെ ദിലീപേട്ടനോടൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അനുശ്രീയും ദിലീപേട്ടൻ്റെ വൺ ഓഫ് ദി ഒരു ബെസ്റ്റ് പെയർ ആണ്, ആക്ട്രസ് ആണ്. ദിലീപേട്ടനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ആ ഒരു ഓൺ സ്ക്രീൻ പെയർ കെമിസ്ട്രിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ദിലീപേട്ടൻ എനിക്ക് എപ്പോഴും എൻ്റെ ചന്ദ്രേട്ടനാണ്. ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും എല്ലാ പ്രോഗ്രാമിലും ദിലീപേട്ടനെ പറ്റിയിട്ട് പറയേണ്ട സാഹചര്യത്തിൽ ആദ്യം പറയുന്ന കാര്യം എൻ്റെ ഫോണിൽ ഇപ്പോഴും ഏട്ടന്റെ പേര് ചന്ദ്രേട്ടൻ എന്ന് തന്നെയാണ്. നമ്പർ മാറുന്നതിനനുസരിച്ച് ചന്ദ്രേട്ടൻ 1, ചന്ദ്രേട്ടൻ 2, ചന്ദ്രേട്ടൻ 3 എന്നാവും. എൻ്റെ ഒരു കരിയറിൽ തന്നെ എനിക്ക് ഭയങ്കര എന്താ ഒരു ഒരു പേര് കുറച്ചും കൂടി നന്നായിട്ട് നേടിത്തന്നൊരു ചിത്രമാണ്. അത്രയ്ക്ക് നല്ലൊരു ക്യാരക്ടറാണ് എനിക്ക് ആ ഒരു സിനിമയിൽ കിട്ടിയ സുഷമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടർ. പിന്നെ എല്ലാവരും സിനിമയിൽ വരുന്ന ആഗ്രഹിക്കുന്ന എല്ലാവരും എനിക്ക് തോന്നുന്നു ആ സമയത്ത് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ലാൽ ജോസ് സാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നായികയാവുക, പിന്നെ ദിലീപേട്ടന്റെ നായികയാവുക എന്നുള്ളത് എല്ലാവരും സ്വപ്നം കാണുന്ന ഒരു കാര്യമായിരുന്നു. അപ്പൊ ആ ആഗ്രഹം എനിക്ക് ഈ ഒരു 10-12 വർഷത്തിനുള്ളിൽ സാധിക്കാൻ കഴിഞ്ഞു. ആദ്യത്തെ സിനിമ ലാൽ സാറിന്റെ കൂടെ ചെയ്യാൻ പറ്റി. അതിന്റെ കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നായകന്റെ കൂടെ നായികയായിട്ട് അഭിനയിക്കാനും കഴിഞ്ഞു.